ഇതിനകത്തോ പാച്ചുവിന്റെ കണ്ണ് കെട്ടി വെച്ചേക്കണേ നെസ്റ്റോ കാണാതിരിക്കാൻ പാച്ചുവിന്റെ കണ്ണ് കൊത്തി പിടിച്ച മതി 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 ഇപ്പൊ ലുലുന്നായടാ പാച്ചുവിനെ കൊണ്ട് തോറ്റു സാധനം വേണം ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ ഇന്ന് സൺഡേ ആണ്. പതിവ് പോലെ സൺഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നല്ല മഴയാണ്. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയാണ് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി എന്റെ പരിപാടികളൊക്കെ ഞാൻ തുടങ്ങി. പാത്രങ്ങളൊക്കെ ഒരു സൈഡിൽ നിന്ന് കഴുകി ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം മാർക്കറ്റിൽ നിന്ന് ഇപ്പൊ സാധനങ്ങൾ നമ്മളെ തേടി എത്തുന്നതായിരിക്കും കേട്ടോ. പാച്ചു ഉണ്ട്. പാച്ചു ഞാനും മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. ഡാഡിയും മമ്മിയും പള്ളിയിൽ പോയി, അവര് മാർക്കറ്റിലും പോയി. ഇനിയും കുറച്ച് ദിവസം പാച്ചു ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കും കേട്ടോ. ഡിംപിൾ ഇനിയും കുറച്ച് ദിവസം ഒരു 4-5 ദിവസം ഇവിടെ കാണില്ല. അപ്പൊ പാച്ചുവിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പൊ അവന്റെ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. പാല് വേണമെന്ന് പറഞ്ഞിട്ട് പാല് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും രാവിലെ ഒരു ഷെയ്ക്ക് നിർബന്ധമാണ് സ്ട്രോങ് ആവാൻ. അപ്പൊ അതൊക്കെ കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങൾ ഇതുവരെ ഇല്ല. ഇനി ദിവസങ്ങൾ തള്ളി നീക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ജോലി. അങ്ങനെയൊക്കെ കാര്യങ്ങള്. അപ്പം ഇന്ന് ചോറും മീൻകറിയും മീൻ വറുത്തതും പയറുപ്പേരിയും വെക്കാം എന്ന് വിചാരിച്ചു. മമ്മിക്ക് മോരടിക്കാം എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. പിന്നെന്താണ്, പിള്ളേർക്ക് പശുവിന് മുട്ട മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുട്ട ഉണ്ടാക്കി കൊടുക്കണം. ചോറ് ഞാൻ ഓൾറെഡി കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതെന്ന് വെച്ചാല് എന്റെ ഇവിടെ ടൈം ഔട്ട് ആയി തുടങ്ങി. സ്പേസ് ഇല്ല. ഞാൻ എന്ത് ചെയ്തിട്ടും എന്റെ ഫോണിൽ സ്പേസ് ഇല്ല. എന്നാണാവോ മടുത്തു ഞാൻ സ്പേസ് ഉണ്ടാക്കിയിട്ട്. അങ്ങനെ അപ്പോ എല്ലാവർക്കും സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം. വലിയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് കേട്ടോ. കാരണം എന്തായാലും മാർക്കറ്റിൽ പോകുമ്പോൾ ഡോൺ ചേട്ടൻ വീഡിയോ എടുക്കും. അതിടാനെങ്കിലും എനിക്കൊരു സ്പേസ് കണ്ടെത്തണ്ടേ. അപ്പൊ എന്തായാലും നമ്മുടെ ചോറ് ഓൾറെഡി റെഡിയാണ്. ഡാഡിയോട് ഞാൻ അരി വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അരി തീർന്നു, കുറച്ചും കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെന്താണ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കിനി പണികൾ വഴിയെ വഴിയെ കാണാം. ഇത് നമ്മുടെ തോമുകുട്ടനും അപ്പയും ചാക്കവും കൂടെ മാർക്കറ്റിൽ പോയപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ. ഇത് തോമുകുട്ടൻ തന്നെ എടുത്ത വീഡിയോസാണെന്നാണ് ഡോൺചേട്ടൻ പറഞ്ഞത്. വളരെ ഭംഗിയിൽ അവൻ എടുക്കുന്നുണ്ടെന്നൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് പറഞ്ഞു കേട്ടോ. അവനും എടുത്ത് ശീലിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടുമല്ലോ. പിന്നെ അവനിപ്പോൾ ഇടയ്ക്ക് പറഞ്ഞു തുടങ്ങി കേട്ടോ, അവനൊരു ചാനൽ തുടങ്ങണം. അവൻ്റെ ചാനലിൻ്റെ പേര് ഇവാനൂസ് വേൾഡ് എന്നാണ് കേട്ടോ. അവൻ്റെ ബിന്ദു മാം അവനെ വിളിക്കുന്നത് ഇവാനു എന്നാണ്. സോ അവന് ഭയങ്കര ഒരു പെറ്റ് നെയിമായിട്ടാണ് അതിനെ കരുതുന്നത്, ഇവാനു എന്ന്. അപ്പോൾ തോമുദേ ബ്രെഡും ചീസും വാങ്ങിച്ചിട്ടുണ്ട്. ചാക്കോപ്പ് അതുപോലെ പഴംപൊരിയും ഹോർലിക്സും ആണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു എന്താണ് മാർക്കറ്റിൽ പോക്കുന്നതെന്ന് വെച്ചാൽ ചാക്കോച്ചൻ്റെ പ്രത്യേകിച്ച് ഒരു ചായയും പഴംപൊരിയും കഴിക്കുക എന്നുള്ളതാണ്. ഇറച്ചിയും മീനും മേടിക്കുന്നതൊക്കെ പിന്നത്തെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവർ വരുമ്പോഴത്തേനും ശരിക്കും എൻ്റെ ഒരുവിധം പരിപാടികൾ ഞാൻ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം മെനു ഞാൻ ഓൾറെഡി മനസ്സിൽ വെച്ചു. പയറുപ്പേരിയും പച്ചമോരടിച്ചതും മമ്മിക്കും, ഇവർക്ക് ഡാഡിക്കും മോനും മീൻകറിയും മീൻ വറുത്തതും ഉണ്ടാക്കാം. കോമൺ ആയിട്ട് അതൊരു വെക്കാമെന്നുള്ളൊരു പ്ലാനിൽ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്ലാനിലിരിക്കും. അപ്പം പയറൊക്കെ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വരുത്തിക്കുകയാണ് ചെയ്തത്. കാരണം ഞാനിപ്പോൾ മാർക്കറ്റിൽ പോകുന്നില്ലല്ലോ. അപ്പം ഞാൻ എനിക്ക് എളുപ്പത്തിന് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ചുമ സത്യം പറഞ്ഞാൽ കുറഞ്ഞതായിരുന്നു. ഇന്ന് എനിക്കതുപോലെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നുകൊണ്ട് തന്നെ വീണ്ടും ചുമ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവരുടെ ചായ കുടിയും ബഹളമൊക്കെ കഴിഞ്ഞ് ഇവരിനിയും തിരിച്ച് വീണ്ടും മാർക്കറ്റിൽ പോകും. മാർക്കറ്റിൽ പോകുന്നതിന് മുമ്പേ ഈ ഒരു സെക്ഷൻ കഴിയും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനും പാച്ചുവും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ആ സമയം കൊണ്ട് എനിക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. റോബോനെ ഇറക്കി വിടണമായിരുന്നു. കാരണം ഇന്നലെ ഒരു പാക്കേജ് ഡാഡി പാക്ക് ചെയ്തിട്ട് തെർമാക്കോളിൻ്റെ പൊടി ഫുൾ സോഫയ്ക്ക് അടിയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ അടിക്കാം. കാരണം നമുക്ക് ഇനിയും
അതായത് നിങ്ങളിന്ന് വീഡിയോ കാണുന്ന അന്ന് വൈകുന്നേരം നമുക്ക് വീട് വെഞ്ചരിപ്പാണ്. എനിക്കായാലും ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാൻ എനിക്ക് ഒരു ഗ്യാപ്പ് ഈ ഒരാഴ്ച സത്യം പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി ഞായറാഴ്ചയിലേക്ക് എത്തിച്ചതാണ് കേട്ടോ. അല്ലാണ്ട് ഒരു സിസ്റ്റമാറ്റിക് ലൈഫായിട്ട് പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ബിസിനസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആകെ മോശമായിട്ടുള്ളൊരു ആഴ്ചയായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായത് കേട്ടോ. പക്ഷേ ഇനി വരുന്ന ആഴ്ച അങ്ങനെ പോയാൽ നമ്മുടെ കണക്കൂട്ടലൊക്കെ തെറ്റും. നമ്മളെ മക്കളുണ്ട്, പല കാര്യങ്ങളും നമ്മൾ കമ്മിറ്റഡ് ആണ്. സോ അതൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോട്ടിൽ ഇല്ല, നമുക്ക് ഇനി ഇരുന്നാൽ പറ്റില്ല എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നാളെ ആയാലും ഇവരെ സ്കൂളിൽ വിട്ടിട്ട് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. മോളത്തെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഡ്രസ്സുകൾ ഉണങ്ങാത്തതുകൊണ്ട് നമ്മൾ റൂമിലിട്ട് ഉണക്കിയെടുക്കുക. ഇന്നലെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ യൂണിഫോം കസേരയിൽ വിരിച്ചിട്ടിട്ട് ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഫാനിട്ട്, കാരണം ചാക്കോൻ്റെ യൂണിഫോം ഉണങ്ങില്ല, തോമുവിൻ്റെ ഉണങ്ങുന്നില്ല ജന്മം ഉണ്ടെങ്കിൽ. അപ്പോൾ വെയിലും വരാത്തത് കൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ട് കസേരയിലിട്ട് ഉണക്കിയെടുക്കുക ചെയ്തു കേട്ടോ. ഇന്നിപ്പോൾ കസേരയൊക്കെ ഈ സമയമായപ്പോഴത്തേനും എല്ലായിടത്ത് പുറത്തിട്ടിട്ട് റൂമൊക്കെ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അലക്കിയിട്ടിട്ട് വിരിച്ച് കിടക്കുന്നുണ്ട്. അതൊക്കെ ഇനി മടക്കി അകത്ത് കയറ്റുക എന്നുള്ളൊരു വലിയ ജോലിയാണ്. പിന്നെ താഴെ ക്ലീൻ ചെയ്യാണ്ട് നട തുടയ്ക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നട തുടയ്ക്കൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ അല്ലെങ്കിൽ ഡിമ്പിൾ ആണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ അത് ഒരു ജോലി ബാക്കിയുണ്ട്, അത് നാളെ ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചിട്ട് വാരി വലിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് അങ്ങനെ വൃത്തികേടാക്കി നമ്മൾ ഇട്ടിട്ടില്ല. പിന്നെ പിള്ളേർ വലിച്ചിടുന്നതായ കാര്യങ്ങളുണ്ടാവും, ടോയ്സ് വലിച്ചിടും. ഇപ്പോൾ ഞങ്ങളുടെ റൂമിലാണെങ്കിൽ ടോയ്സ് ആയിരിക്കും വലിച്ചു കിടക്കുന്നുണ്ടാവുക, അങ്ങനെയൊക്കെ. അങ്ങനെ ഇവരെയും കൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിനൊക്കെ ശേഷം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഡോൺചേട്ടൻ പറഞ്ഞു പുറത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം അവനെ അങ്ങ് ഒന്ന് ഫ്രീ ആക്കി ഒന്ന് റിലാക്സ് ആക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വേലങ്ങുന്നിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു മഴയൊക്കെ ആയിരിക്കും, എന്താകും എന്നൊക്കെ പറഞ്ഞു. പോയി നോക്കാം, പറ്റിയാൽ അവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ തിരിച്ച് നമുക്ക് വരാം, വേറെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ. ശരിയെന്ന് ഞാനും പറഞ്ഞു. കാരണം പിള്ളേർക്ക് ആകെ മൊത്തം വീർപ്പ് മുട്ടലാണ്. ഞാൻ പറഞ്ഞല്ലോ, മെയിൻലി പാച്ചുവിനെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ. ഞാൻ പറഞ്ഞു ഇത് ആദ്യത്തെ ദിവസമായിട്ടുള്ളൂ, ഇനിയും ദിവസങ്ങളുണ്ട് എന്നൊക്കെ. അയ്യോ, ഞാൻ ഡിമ്പിൾ എവിടെ പോയതാന്ന് പറഞ്ഞില്ലായിരുന്നു. ഡിമ്പിളും മാൻസനും കൂടെ ഒരു ധ്യാനത്തിന് കടലുണ്ടിയിൽ പോയേക്കാണ് കേട്ടോ. അവർ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തെങ്കിലും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പല കാരണങ്ങളും കാരണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും അവരുടെ സമയം, ദൈവം വിധിച്ചിട്ടുള്ള സമയം ഇതായിരിക്കും. കാരണം എപ്പോഴും എന്തെങ്കിലും തിരക്കുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ആൻസൻ്റെ ജോലി തിരക്ക് ഒക്കെ ആയിട്ട് പറ്റാണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഇപ്പോൾ അതിനുള്ളൊരു ചാൻസ് കിട്ടി. ഞാൻ പറയും ധ്യാനത്തിന് പോകുന്നതൊക്കെ ഒരു ഭാഗ്യമായിട്ട്. നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ചിലർക്ക് പോകാൻ പറ്റില്ല, ചിലർക്ക് വിചാരിക്കണ സമയത്ത് തന്നെ പോകാൻ പറ്റും. എനിക്ക് ധ്യാനത്തിന് പോകാമെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഭാഗ്യം ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതിന് മുമ്പ് 1000 വട്ടം പ്ലാൻ ചെയ്താലും ചില കാര്യങ്ങൾ നമ്മൾ നടക്കില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നമ്മുടെ കൈകളിലേക്ക് എത്തിപ്പെടുക. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ആ കൂട്ടത്തിലാണ് ഞാൻ ധ്യാനത്തിനെയും കാണുന്നത് കേട്ടോ. നമ്മളൊരു സമയം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉറപ്പിച്ചിരുന്നിട്ട് കാര്യമില്ല. ദൈവം കൂടെ വിചാരിക്കണം, നീ അടുത്ത് എൻ്റെ അടുത്ത് പോര്, നമുക്ക് സെറ്റാക്കാം എന്ന് പറയുന്ന ഒരു സമയം ദൈവം കൂടെ നമുക്ക് തരണം അല്ലേ. എൻ്റെ പൊട്ട കാഴ്ചപ്പാടായിരിക്കും. ഇപ്പം നിങ്ങൾ ഒരു ധ്യാനത്തിന് ബുക്ക് ചെയ്താൽ പോകാൻ പറ്റാത്തതാണോ? അങ്ങനെയല്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. നമുക്ക് അതിൽ നിന്ന് ആൾക്കാരെ മാറ്റാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇത് നിസ്സാര ഒരു കാര്യമാണ്, വലിയ ആനച്ചക്ക കാര്യമൊന്നുമല്ല, എന്നാലും എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ഞാനും പറഞ്ഞു പോയിട്ട് വായോ, ഇനി ഇതുപോലൊരു ചാൻസ് കിട്ടിയെന്ന് വരില്ല, പോയിട്ട് വായോ. അവനെ മാക്സിമം ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യാം, പിന്നെ ബാക്കിയൊക്കെ അവൻ്റെ ഒരു ഇഷ്ടം. ഇപ്പോഴായാലും ഞാൻ അവനെ ഉറക്കിയിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പെട്ടെന്നൊരു ചാഞ്ചാട്ടം വന്നു, ഡാഡി അടുത്ത് പോയി കിടക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഡാഡി തലവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയേക്കാണ് എന്ന് പറഞ്ഞിട്ട് മൈൻഡൊന്ന് മാറ്റിയിട്ടോ. കാരണം അല്ലെങ്കിൽ ഡാഡിക്കും ടെൻഷനാവും, ഈ പറഞ്ഞ പോലെ അവൻ പെട്ടെന്ന് ഇനി പാനിക്കായാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനെ മൈൻഡ് മാറ്റി നമ്മുടെ കൂടെ ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ ഡോൺചാൻ്റെ അടുത്ത് ഉറക്കി കിടത്തിയിട്ടാണ് ഞാനിപ്പോൾ അതേ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വേലങ്ങുന്നി പോയപ്പം നമ്മുടെ ക്യാമലും ഹോഴ്സും ഒക്കെ വന്നിട്ടുണ്ട് റൈഡ് പോവാനായിട്ട്. ഞങ്ങൾ പിള്ളേരോട് ഡോൺചേട്ടൻ കുറേ ചോദിച്ചു, ഞാനും കൂടെ വരാടാന്നൊക്കെ പറഞ്ഞെങ്കിലും അവർക്കെല്ലാവർക്കും പേടി. അപ്പോൾ പിന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടം ഈ റൈഡ്സിൽ കയറുക എന്നുള്ളതാണ്, സ്ലൈഡിലും മണ്ണിലും. നമ്മുടെ വീട്ടിൽ മണ്ണില്ലാത്തതുകൊണ്ട് ഇവർക്ക് മണ്ണ് ഭയങ്കര ഒരു ക്രേസാണ് കേട്ടോ. അത് ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ സ്കൂളിൽ സാൻഡേ വന്നാലും ഭയങ്കര സന്തോഷമാണ്. അതുപോലെ നമ്മൾ ടോക്കി കിഡ്സിൽ പോയാലും
ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു ഊഞ്ഞാല് കയറിയിരുന്ന് അവിടെ ഇരുന്ന് ആടിയിട്ടോ. പാച്ചൊക്കെ ഫുൾ വൈബിലെത്തി. നമുക്ക് തോന്നി നമ്മൾ കറക്റ്റ് സ്പോട്ടിലാണ് എത്തിയത്. വലിയ ചിലവൊന്നുമില്ല. നമ്മൾ പിള്ളേരടക്കം നമുക്ക് കയറാൻ വണ്ടി അടക്കം 60 രൂപയായിട്ടുള്ളൂ. അപ്പോൾ അത്ര എക്സ്പെൻസീവ് അല്ല, ബട്ട് പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആകെ ഒരു ഡ്രോബാക്ക് ഈ പ്രാവശ്യം പോയപ്പോൾ തോന്നിയത് കടകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിള്ളേർ കളിച്ച് വശം കെട്ടിട്ട് വെള്ളം ചോദിച്ചപ്പോൾ നമ്മൾ പെട്ടുപോയി. സാധാരണ അവിടെ പോകുമ്പോൾ വെള്ളവും ചായയും കാപ്പിയും അതുപോലെ കടികളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു സാധനവും കൊണ്ടുപോയില്ല. ഫ്രീ ഹാൻഡായിട്ടാണ് പോയത്. ആകെ വൈപ്സ് മാത്രമേ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവർക്കൊരു സമയം കഴിഞ്ഞപ്പോൾ തൊട്ട് ദാഹിച്ചു തുടങ്ങിയാൽ പറ്റില്ല. ഇത് ഈ ഒരു അവസ്ഥ കണ്ടോ, വെയിലായിരുന്നു. കുന്നിൻ്റെ മണ്ടയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു, വെയിലായിരുന്നു. ഇടയ്ക്കൊരു ചാറ്റമഴ വന്നു പോയെങ്കിലും അങ്ങനെ കാര്യമായിട്ട് മഴയെന്ന് പറഞ്ഞ് നമുക്ക് ഓടിപ്പോയി മാറി നിൽക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടായില്ല കേട്ടോ. ഭയങ്കര സേഫായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ അവർ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് നമ്മളും വിട്ടു. ആ വെയിലത്ത് നമ്മളും ഇരുന്നു കേട്ടോ. പക്ഷെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ ചെന്നപ്പം അങ്ങനെ ആൾക്കാരില്ലായിരുന്നു. ആൾക്കാർ വന്നു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്തിന് ആൾക്കാർ ഇങ്ങോട്ട് കയറി തുടങ്ങി. ആൾക്കാരുടെ ബഹളമായി, പിള്ളേരായി ബഹളമായി. ഇവരൊരു സെറ്റായിട്ട് കളിക്കുക. അവിടെ ചെല്ലുമ്പം നമ്മൾ പാർക്കിൽ പൊതുവേ ചെല്ലുമ്പം പുതിയ പുതിയ ആൾക്കാരെ കിട്ടും, ഫ്രണ്ട്സാവും. ചാക്കോയ്ക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് കേട്ടോ ഇഷ്ടം. കുഞ്ഞ് സ്ലൈഡ്, കുഞ്ഞു ഊഞ്ഞാൽ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ചാക്കോ അങ്ങനെ ഭയങ്കരമായിട്ട്. പാച്ചുവാണ് ഓടി പോണ ആൾ. പാച്ചുവിനെ നമുക്ക് പിടിക്കുക എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് കൂടെ മാഞ്ഞു പോകാമെന്ന് പറയില്ലേ. തോമു അങ്ങനെ ദൂരെ പോവില്ല കേട്ടോ. തോമുവിന് പേടിയാണ്. അങ്ങനെ അതേ ഒക്കത്തിനും കെട്ടിപ്പെറുക്കിയിട്ട് നമ്മൾ പോവാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഡോൺ ചേട്ടനെടുത്ത വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്ത കുറച്ച് സംഭവങ്ങളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഡോൺ ചേട്ടൻ്റെതായ രീതിയിൽ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ആ ഊഞ്ഞാലേന്ന് അനങ്ങിയിട്ടില്ല. അതിനിയും പോയാൽ പോകുമല്ലോ എന്ന് വിചാരിച്ച് ആ ഊഞ്ഞാല് തന്നെ ഇരുന്നു. ഡോൺ ചേട്ടനാണ് പിള്ളേരുടെ പുറകെ നടന്നത്. ഞാൻ ഇവർക്ക് കോമണറാണ്. ഞാൻ കോമണായിട്ട് അവിടെ ഇരിക്കും, അവരുടെ പരാതികൾ കേൾക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലിരിക്കുന്ന ചാക്കുവിന് പേടിയാണെന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷെ ഡോൺ ചേട്ടൻ ഒന്ന് വലിച്ചു കൊടുത്താൽ പൊക്കോളും. അങ്ങനെ ചാക്കുവിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റാക്കാൻ മതി കേട്ടോ. പക്ഷേ ഇവരങ്ങനെയല്ല. തോമുനും പാച്ചുവിന് ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, കുറച്ച് പേടികളുണ്ട്. അവിടെ പോകാൻ പേടിയെന്ന് പറയും, ഹൈറ്റ് പേടിയാന്ന് പറയും. അപ്പോൾ ഇന്നിപ്പോൾ ഉറങ്ങുമ്പോൾ പറയുന്നുണ്ട്, മോളിൽ പോയാൽ സൂക്കേട് വരുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അത് പാച്ചു മോളിൽ വരുന്നതിന് അമ്മ പറഞ്ഞതാവും. ഇപ്പം അമ്മ എന്തിട്ടാ പറഞ്ഞിട്ട് പോയേ, ഡോണ്ടേയും ഡിവൈൻ്റെയും കൂടെയൊക്കെ കിടന്ന് ഉറങ്ങിക്കോ എന്നല്ലേ പറഞ്ഞ. ശരിയാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉറങ്ങിക്കോ. പിന്നെ അവൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ട് പോയാൽ അവൻ ഇരിക്കും. മോറോവർ അവന് നിന്ന് ശീലമുണ്ട്. നമ്മുടെ കൂടെ പാരൻസിൻ്റെ കൂടെ ആയാലും ഡാഡിയുടെ മമ്മിയുടെ കൂടെ ആയാലും നിന്നിട്ട് ശീലമുണ്ട്. അതും നിന്ന് ശീലമില്ലാത്തത് തോമുന് മാത്രമാണ് കേട്ടോ. തോമുനെ നല്ല സമയത്തൊന്നും തോമു നിന്നിട്ടില്ല. എന്തെങ്കിലും ഇവർ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ പാച്ചുവിനെ ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യങ്ങൾ ഉള്ള സമയമായിരുന്നു, ഹോസ്പിറ്റൽ കേസും ഒക്കെ. അതുകൊണ്ട് തോമുന് ഒട്ടും വശമില്ലാത്ത കാര്യമാണ് ഈ വീട്ടിൽ ഇപ്പോൾ. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീട്ടിൽ നിൽക്കാൻ. അവൻ മാക്സിമം വീട്ടിൽ നിൽക്കാനാണ് ഇപ്പോൾ ട്രൈ ചെയ്യാറ്, പുറത്ത് വരുന്നില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഇവരൊരു മണ്ണിൽ കളിക്കാനൊരു ഇരിപ്പിരുന്നു കേട്ടോ. ഒരു ഒന്നൊന്നര ഇരിപ്പായിരുന്നു അത്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യട്ടെ, മണ്ണ് കാണാത്തതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ അവസാനം പാച്ചു തലയിലിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഇവിടെ ഇരുന്നാൽ നമ്മൾ ഓരോ തരിമണിയായിട്ട് പെറുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. തോമുവിന് അതൊക്കെ ദേഷ്യമുള്ള അറപ്പുള്ള കാര്യമാണ്. ചാക്കോയ്ക്കും പാച്ചുവിനും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദേഹത്താക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചാക്കോൻ്റെ മുഖത്ത് മൊത്തം മണ്ണായിരുന്നു. തോമു അവസാനം കാലൊന്നും അറിയാണ്ട് പൊക്കിയപ്പം ദേഹത്തോട്ട് മണ്ണ് വീണു കേട്ടോ. അല്ലാണ്ട് തോമുവിന് അതൊന്നും വലിയ നമ്മൾ ദേഹത്ത് ചെളിയാക്കുന്ന അങ്ങനത്തെ പരിപാടികളൊന്നും ഇഷ്ടമല്ല. പക്ഷെ പാച്ചുവിനും ചാക്കോയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരൊരു സെറ്റ്. ഞാൻ പറയും, ഒരു അമ്മ പറ്റ മക്കളായിട്ട് വേണമെങ്കിൽ അവരെ രണ്ടുപേരെയും കൂട്ടാം. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് കേട്ടോ. ഒട്ടുമിക്ക കാര്യത്തിലും അങ്ങനെ. ഇപ്പോൾ അവരുടെ സൗണ്ടും ആക്ച്വലി സെയിം ആയി തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ ഊഞ്ഞാലയിലിരിക്കുന്നുണ്ട്. ചാക്കോയും വന്ന് ഊഞ്ഞാലയിലിരിക്കണമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പയോട് ആട്ടിത്താന്നൊക്കെ പറഞ്ഞിട്ട് അപ്പ ആട്ടിത്തരുന്നുണ്ട്. അപ്പം ഞാനും എങ്ങനെ ആരോട് പറഞ്ഞതെന്ന് ആട്ടും എന്നുള്ളൊരു ഇതിലിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം എനിക്കും ബോറടിച്ച് തുടങ്ങിയിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടുള്ള. പിന്നെ നമുക്ക് രാത്രിത്തേന് ഓൾറെഡി ഫുഡുണ്ട്, ഉച്ചയ്ക്ക് വെച്ചതൊക്കെ ഉണ്ട്. പിന്നെ മമ്മി നോയമ്പായതുകൊണ്ട് മമ്മി മുട്ട പൊരിച്ച് കഴിക്കും, അങ്ങനെയൊക്കെയാണ്. നമ്മൾ കറി എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടും. ഈ പറഞ്ഞ പോലെ ഒരു കൂട്ടർക്ക് നോൺ വെജ്, ഒരു കൂട്ടർക്ക് വെജ്, അങ്ങനെയാണ് ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ വെക്കും, നോർമലി വെക്കും. ഇന്നിപ്പോൾ സൺഡേ ആയാലും
നമ്മൾ വെജ് വെച്ചു, നോൺ വെജ് വെക്കാൻ നോൺ വെജും വെച്ചു, ഡാഡിക്കും മോനും നോൺ വെജും വെച്ചു. പക്ഷെ അങ്ങനെ എക്സ്റ്റാബ്ലിഷ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു 12 മണിയായപ്പോൾ തന്നെ എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡി ആയാലും അങ്ങനെ ഭക്ഷണം കഴിക്കണില്ല. ഡാഡിക്ക് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഒട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ റിവ്യൂവിന് പോകണം. ഡാഡിയെ എനിക്ക് തോന്നുന്നില്ല ഞാൻ വിളിച്ചാൽ വരുമെന്ന്. ഇനി ഡിമ്പിൾ വന്നാൽ തന്നെ ഡാഡി പോവുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത ഡാഡിക്ക് ഉണ്ട്. ഇനിയിപ്പോൾ ഡിമ്പിൾ വരുന്ന വരെ ഒരു സമാധാനക്കേടാണ്. കാരണം വേറൊന്നുമല്ല, പാച്ചു നമ്മുടെ കയ്യിലാണ്, നമ്മൾ സേഫായിട്ട് നോക്കണം, അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. പക്ഷേ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അതൊക്കെ ഡിമ്പിൾ പറഞ്ഞിട്ട് പോയിരിക്കുന്നതുകൊണ്ട് തന്നെ ഡിമ്പിൾ എങ്ങനെയാണോ ടേക്ക് കെയർ ചെയ്യുന്നത്, എൻ്റെ 4 ആവില്ലെന്നറിയാം, എന്നാലും ഡിമ്പിൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഇന്നത്തെ ഒരു ദിവസം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഡിമ്പിൾ നോക്കണ രീതിയിൽ തന്നെ നോക്കാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മൾ പറയത്തില്ല, എത്ര അമ്മ ചമഞ്ഞാലും എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്, അതുപോലെ ആണല്ലോ. പിന്നെ അവനെ ഹാപ്പിയാക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമേ ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ കേട്ടോ. അങ്ങനെ എന്താ പറയുക, അവിടുന്ന് നേരെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം, എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടിയിൽ കയറിയ വഴിക്ക് ചാക്കോ ഉറങ്ങി. കാരണം ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ചാക്കോ സ്കൂളിൽ സ്ഥിരമായിട്ട് ഉറങ്ങുന്നതുകൊണ്ട് തന്നെ ഉച്ച സമയമാകുമ്പോൾ ചാക്കോയ്ക്ക് ഉറക്കം വരും കേട്ടോ. അങ്ങനെ ഇന്നത്തെ കളിയും കൂടെ ആയപ്പം അടിപൊളിയായി. പിന്നെ നമ്മൾ നേരെ ഹോട്ട് ഓവനിലേക്കാണ് കേട്ടോ വന്നത്. അപ്പം ചാക്കോനും പാച്ചുനും ഐസ്ക്രീം നിർബന്ധമായിട്ടും വേണമെന്ന് പറഞ്ഞു. തോമൂന് ലൈം ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോമൂന് ലൈം ജ്യൂസ്, ഇവർക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അതേ ചിക്കൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് അവരും ഹാപ്പി, ഞങ്ങളും ഹാപ്പി, ഒരു ചേഞ്ചുമായി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ അക്കിയുടെ അവിടെയാണ് കേട്ടോ പോയത്. ഇന്ന് ചാക്കോ അക്കിയുടെ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ്റെ ഒരു മനസ്സമാധാനത്തിന് നമ്മൾ അക്കിയുടെ അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഒരു 8:30 ആയപ്പോഴാണ് തിരിച്ചു വന്നത് നമ്മൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ ഒരു പുതിയ വ്ളോഗായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ആൻഡ് സീ യു. താങ്ക് യു സോ മച്ച്.